നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF മണ്ഡലം കമ്മിറ്റി നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി വിദ്യാഭ്യാസ യോഗ്യത വ്യാജമായി ചേർത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി വിദ്യാഭ്യാസ യോഗ്യത വ്യാജമായി ചേർത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. ജോയ്സ് മേരി ആന്റണിയെ അയോഗ്യയാക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ ധർണ CPIM ഏരിയ സെക്രട്ടറി അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു. നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരായി കോമ്പൻസേഷന് വേണ്ടി കേസ് കൊടുക്കാൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ തയ്യാറാകണമെന്ന് വിനയമത്യായി മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ നിന്ന് മുനിസിപ്പൽ ചെയർപേഴ്സണോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇവർക്ക് ചെയ്യാമായിരുന്നല്ലോ. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഡിഗ്രി ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ആ കോടതി വിളിച്ച ഡേറ്റിന് മുമ്പ് വാർത്താ സമ്മേളനം വിളിച്ച് ഞങ്ങളുടെയൊക്കെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഈ കോടതി സമൻസ് അയച്ച് ഇവരോട് ഹാജരാകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ മുനിസിപ്പൽ ചെയർപേഴ്സൺ അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി ഹാജരായി. എന്റെ സർട്ടിഫിക്കറ്റുകൾ ഇതാണ്, ഇതിനെതിരായി പരാതി കൊടുത്തത് വ്യാജമാണ്, എനിക്ക് മാനനഷ്ടമുണ്ടായി, 50 ലക്ഷം രൂപയെങ്കിലും എനിക്ക് നഷ്ടപരിഹാരം തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാത്തത് എന്താ? പരാതി കൊടുത്ത ഷാജി ചേട്ടൻ ഞങ്ങളുടെ പാർട്ടി മെമ്പറാ, CPM-ന്റെ പാർട്ടി മെമ്പറാണ്. ചില ആളുകൾ ചോദിക്കുകയാണ്, തന്റെ പേരക്കുട്ടിയെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുന്നത് തന്നെയല്ലേ, എത്ര മണിക്കാണ് തിരിച്ചു വരുന്നത് എന്നൊക്കെ ആ വാർഡിലെ അടക്കം ചില മുൻ കൗൺസിലർമാര് അദ്ദേഹത്തിന്റെ ബന്ധുക്കളോട് ചോദിക്കുകയാണ്. അതൊന്നും വേണ്ട, തന്നെയാണ് വരുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിന്റെ ഒരു രോമത്തേൽ ഒന്ന് തൊട്ടു നോക്കാനുള്ള ചങ്കുറപ്പ് ഇവിടെ ഇരിക്കുന്ന മുനിസിപ്പൽ ചെയർപേഴ്സന്റെ അച്ചാരം വാങ്ങിയിട്ടുള്ള ഏതെങ്കിലും കൗൺസിലർമാർക്കുണ്ടെങ്കിൽ ഷായിച്ചേട്ടൻ ഇന്നും പോയിട്ടുണ്ട് തന്നെയാ, അമ്പലംകുന്നില താമസിക്കുന്നേ, ഒന്ന് ചോദിച്ചു നോക്ക്. അങ്ങനെയൊന്നും പേടിപ്പിക്കണ്ട, അങ്ങനത്തെ പേടിയിലൊന്നും വീഴുന്ന ആളുകളല്ല ഈ മൂവാറ്റുപുഴയിലെ ജനത എന്ന് മനസ്സിലാക്കുക. CPIM ഏരിയ കമ്മിറ്റി അംഗം സജി ജോർജ് അധ്യക്ഷത വഹിച്ച ധർണയിൽ CPIM മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ, കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷൈൻ ജേക്കബ്, മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് മജീദ് മങ്ങാടൻ, CPIM മുനിസിപ്പൽ സെക്രട്ടറി KP അലിക്കുഞ്ഞ്, CPI മണ്ഡലം കമ്മിറ്റി അംഗം ജോർജ് വെട്ടിക്കുഴി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കഴിഞ്ഞ 34 വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു. 3000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 925 ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം 18 ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ.